അങ്ങനെ എനിക്ക് ബഹ്റിനിൽ ജോലി ശരിയായി. വലിയ പ്രതീക്ഷകളോടെ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും ഒരു മാർച്ച് മാസം ഞാൻ ഫ്ലൈറ്റ് കയറി. ആദ്യ വിമാനയാത്രയായിരുന്നതിനാൽ പരിചയക്കുറവുണ്ടായിരുന്നു, ചെറിയ പേടിയും. ബഹ്റിനിൽ വിമാനമിറങ്ങിയ ഞാൻ ഇമിഗ്രേഷൻ കഴിഞ്ഞു വെളിയിൽ വന്നു. സമയം രാത്രി 10 മണി. ടാക്സി പിടിച്ചു. അയാളോട് ഒരു ഹോട്ടലാക്കാൻ പറഞ്ഞു. ഞാൻ ജോലിസ്ഥലത്തിന്റെ അഡ്രസ്സ് അയാളെ കാണിച്ചു. അതിനടുത്തുള്ള ഒരു ഹോട്ടൽ മതി എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഗുദൈബിയ എന്ന സ്ഥലത്തു ഒരു ഹോട്ടലിൽ 30 ദിനാറിന് മുറി ശരിയായി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. പിറ്റേ ദിവസം കാലത്ത് തന്നെ കമ്പനി ഓഫീസിലെത്തി ജോയിൻ ചെയ്തു. കൂടെ 2-3 മലയാളികളുണ്ട്. താമസം അവരൊക്കെ എങ്ങനെയെന്ന് ഞാൻ തിരക്കി. അതുകൊണ്ട് ഏതെങ്കിലും ഫാമിലി ഫ്ളാറ്റുകളിൽ സിംഗിൾ ബെഡ്റൂം ഷെയർ ചെയ്യാറുണ്ട് എന്നും അങ്ങനെ ഷെയറിംഗ് ഫ്ളാറ്റുകളിലാണ് അവരൊക്കെ താമസം എന്നും പറഞ്ഞു. വൈകുന്നേരം അവരിൽ ഒരാളുടെ കൂടെ ഞാൻ ഫ്ളാറ്റ് ഷെയറിംഗ് തിരക്കാനിറങ്ങി. ടൗണിൽ ഭിത്തികളിലെല്ലാം ഷെയറിംഗ് ഫ്ളാറ്റ് കോണ്ടാക്ട് മൊബൈൽ നമ്പറുകൾ വാടക സഹിതം എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ മലയാളി ഫാമിലി എന്ന് കണ്ട 3-4 ഫ്ളാറ്റ് ഡീറ്റെയിൽസ് എടുത്ത് ഓരോന്നായി വിളിച്ചു നോക്കി. ചിലതൊക്കെ പോയി നോക്കി. അതിലൊരു ഫ്ളാറ്റ് എനിക്കിഷ്ടമായി. മലയാളി ഫാമിലി, 2 ബെഡ്റൂം, ഹാൾ, കിച്ചൺ, ഒരു കോമൺ ബാത്ത്, ഫസ്റ്റ് ഫ്ലോർ. വിനയൻ ചേട്ടൻ 35 വയസ്സ് കാണും. രേണു ചേച്ചി 30. പ്രധാന വാതിൽ തുറന്ന് അകത്ത് കടന്നാൽ വലതുവശത്തായി എന്റെ മുറിയിലേക്കുള്ള വാതിൽ. അത് കഴിഞ്ഞു നേരെ മുന്നിൽ ഹാൾ തീരുന്നിടത്തു കോറിഡോർ. വലത്തേക്ക് അവരുടെ ബെഡ്റൂം, ഇടത്തേക്ക് കിച്ചൺ, അതിനിടക്ക് ബാത്റൂം. ഇളം നീല നിറത്തിൽ ചുവരുകൾ. 13 അടി സമചതുരം കാണും മുറിക്ക്. വാതിൽ തുറന്നു നോക്കിയാൽ നേരെ മുന്നിലെ ഭിത്തിയോട് ചേർന്ന് ഒരു കട്ടിൽ. വാതിലിന്റെ വലതുവശത്തായി ഒരു മേശ, അതിൽ പഴയൊരു TV, കസേര, അതിന്റെ സൈഡിലായി തുണി വെക്കാനുള്ള അലമാര. വലത് ഭിത്തിയിൽ ജനൽ ഇടനാഴിയിലേക്ക് തുറക്കുന്ന രീതിയിൽ സ്ലൈഡിംഗ് വിൻഡോസ് ആണ്. ഇത്രയുമാണ് മുറി. വിനയൻ ചേട്ടൻ അവിടെ കൺസ്ട്രക്ഷൻ കമ്പനിയില് എഞ്ചിനീയർ ആണ്. രേണു ചേച്ചി അതേ ഓഫീസിൽ ജോലി. എനിക്ക് കാലത്ത് 7 മണിക്ക് ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങണം. എന്നാലേ 8 മണിക്ക് മുന്നേ ഓഫീസിൽ എത്തുകയുള്ളൂ. ഹിദ് എന്നാണ് എന്റെ ഓഫീസിലുള്ള സ്ഥലപ്പേര്. വേറെയും കുറെ ആളുകളുണ്ട് ഓഫീസിലേക്ക്. അതുകൊണ്ട് ടൗണിൽ നിന്നും ഒരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കമ്പനി. വിനയൻ ചേട്ടൻ കാലത്തു 5 മണിക്ക് പോകണം. രേണു ചേച്ചിക്ക് 7:30-നും ഞാൻ 6:30-ന് എഴുന്നേൽക്കും. 20 മിനിറ്റ് കൊണ്ട് ബാത്റൂമിലെ എല്ലാ പരിപാടിയും തീർത്ത കറക്റ്റ് 7 മണിക്ക് ഫ്ളാറ്റിന്നു ഇറങ്ങും. രേണു ചേച്ചി 7 മണിക്ക് എഴുന്നേൽക്കാറ്. ചില ദിവസങ്ങളിൽ ഞാൻ ബാത്റൂമിന്നു ഇറങ്ങുമ്പോൾ ഹാളിൽ കാണാം അവരെ. ചായ കുടിച്ച് ടിവിയും കണ്ട് ഇരിക്കുകയായിരിക്കും. ഞാൻ മിക്ക ദിവസവും ബാത്റൂമിൽ നിന്ന് കൈലി മുണ്ടും ബനിയനും ഇട്ട് പുറത്തിറങ്ങും. രേണു ചേച്ചിയോട് ഒരു ബഹുമാനം കാണിക്കാം എന്ന് കരുതിയാണ്. അവരുടെ 2 ആളുകളുടെയും പെരുമാറ്റം അത്രക്ക് നല്ലതാണ്. വൈകിട്ട് 5 മണിക്ക് ഓഫീസിൽ നിന്നും ഇറങ്ങിയാൽ 6 മണിക്ക് ഫ്ളാറ്റിലെത്താം. വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ മുറിയിൽ കയറും. TV കാണുക, ചായ ഉണ്ടാക്കി കുടിക്കുക. ഇതൊക്കെ കഴിഞ്ഞു അല്പസമയം കുളി. പിന്നെ നേരെ പുറത്തേക്ക്. മലയാളി ഹോട്ടലുകൾ 4 എണ്ണമുണ്ട് അടുത്തായി. ഡിന്നർ കഴിക്കുക. തിരിച്ചു വന്നാൽ നേരെ മുറിയിൽ TV, പിന്നെ ഉറക്കം. കാലത്ത് വീണ്ടും ഓഫീസിൽ. ഞാൻ പരമാവധി വിനയൻ ചേട്ടനെയും രേണു ചേച്ചിയെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. അവർക്ക് ഞാൻ കാരണം ഒരു ശല്യമാകരുതല്ലോ. എന്തോ എന്റെ ഈ പെരുമാറ്റം കണ്ടിട്ടായിരിക്കാം വിനയൻ ചേട്ടൻ പെട്ടെന്ന് തന്നെ അടുത്തു. വ്യാഴമാണല്ലോ, വീക്കെൻഡ്. വൈകിട്ട് എനിക്കും ഓരോ ബിയർ പുള്ളി തരുമായിരുന്നു. ഞങ്ങൾ ഹാളിൽ ഇരുന്ന് കുടിക്കും. ഇടക്കൊക്കെ ഹോട്ടും. ഓവർ ആകാറില്ല 2 ആളും. രേണു ചേച്ചി അധികം ഈ സമയങ്ങളിൽ ഞങ്ങളുടെ കൂടെ കൂടാറില്ല. എന്നോടൊന്ന് ചിരിക്കും. ചെറിയ വർത്തമാനങ്ങൾ എന്തേലും ആയാൽ ആയി. അത്രയുള്ളൂ. ഞാനും അവരോട് ബഹുമാനം സൂക്ഷിച്ചു. വേറെ ഒരു രീതിയിൽ അവരെ മനസ്സുകൊണ്ട് പോലും കണ്ടിരുന്നില്ല. അവർ 2 ആളുടെയും സ്നേഹവും വിശ്വാസവും അത്രയ്ക്ക് നമുക്ക് മനസ്സിലാകും. ഇവർക്ക് 4 വയസ്സുള്ള ഒരു മോളുണ്ട്. കുട്ടിക്ക് വിസ ശരിയാക്കാൻ പറ്റാത്ത കൊണ്ട് നാട്ടിൽ രേണു ചേച്ചിയുടെ അമ്മയുടെ കൂടെയാണ്.
ഫോട്ടോ എന്നെ വിനയൻ ചേട്ടൻ എപ്പോഴോ കാണിച്ചിരുന്നു. അവരെ രണ്ടുപേരെയും പോലെ സുന്ദരിക്കുട്ടി. ഏകദേശം 6 മാസങ്ങൾ കടന്നുപോയി. ബഹ്റിനിൽ നിറയെ ബാറുകളും പെണ്ണുങ്ങളുമുണ്ട്. ചില വ്യാഴാഴ്ചകളിൽ ഞാനും കൂടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തും കൂടെ വൈകിട്ട് ഗുദൈബിയ ബാറുകളിൽ പോകും. മലയാളി പെണ്ണുങ്ങളാണ് മദ്യം വിളമ്പാറു. 20 മുതൽ 45 വരെ പ്രായമുള്ള സ്ത്രീകൾ. എല്ലാം കഷ്ടപ്പാട് കാരണമാണ് ഈ പണിക്ക് വരുന്നത്. സ്ഥിരമായി ഇത്തരം ബാറുകളിൽ പോയാൽ അവരുമായി അടുപ്പം വരും. നല്ല ടിപ്പ് കൊടുത്താൽ നമ്മളെ നന്നായി സുഖിപ്പിച്ചു നിർത്തും അവർ. ടിപ്പ് കൂടുന്നതിനനുസരിച്ച് നമ്മളോടുള്ള അടുപ്പവും കൂടും. അവസാനം നമ്മളുടെ കൂടെ ഫ്ലാറ്റിലേക്ക് വരെ വരും. ഞാൻ എന്തായാലും അതിനൊന്നും മുതിർന്നില്ല. ഒന്നാമത് ഫ്ലാറ്റ് എന്റെ മാത്രമല്ലാലോ. ഇതിനിടക്ക് വിനയൻ ചേട്ടനും രേണു ചേച്ചിയും എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സായി. അടുപ്പവും വിശ്വാസവും പരസ്പരം കൂടി. രണ്ടാളും എന്നോട് കൂടുതൽ അടുപ്പം കാണിച്ചു തുടങ്ങി. എന്നിട്ടും ഞാൻ ഒരിക്കൽ പോലും രേണു ചേച്ചിയെ വേറെ ഒരു രീതിയിൽ കണ്ടിരുന്നില്ല. ഉച്ചക്ക് ഓഫീസിൽ ലഞ്ച് കഴിഞ്ഞു ഫേസ്ബുക്ക് നോക്കിയിരിക്കുകയായിരുന്നു. രേണു ചേച്ചിയുടെ മെസ്സേജ്. ഹലോ രാഹുൽ. ആദ്യമായി ആണ് രേണു ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കണത്. ഹലോ ചേച്ചി, ഓഫീസിലാണോ? ഞാൻ അതെ എന്ന് മറുപടി കൊടുത്തു. രേണു, അത് ജോലി മാറുകയാ. വേറെ കമ്പനിയിൽ കിട്ടി. ഞാൻ പോണില്ല. രേണു, ഇന്ന് ചൊവ്വ അല്ലേ? വ്യാഴം പോകും ഞാൻ. ശരി. രേണു, നീ വിനയേട്ടനോടൊന്നും ചോദിക്കല്ലേ. ഞാൻ അറിഞ്ഞു എന്ന് വേണ്ട. പുള്ളി തന്നെ പറയും. ഇത് കേട്ടപ്പോ എനിക്ക് എന്തോ ഒരു സംശയം. അതെന്താ രേണു ചേച്ചി അങ്ങനെ പറഞ്ഞേ? ചേച്ചിനോട് തന്നെ ചോദിച്ചാലോ? ഏയ് ഇല്ലേൽ വേണ്ട. മോശമായാലോ? അതുകൊണ്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല. എന്നാ ശരി, പിന്നെ കാണാമെന്ന് ചേച്ചി മെസ്സേജ് ചെയ്തു പോയി. അന്ന് വൈകിട്ട് ഫ്ലാറ്റിൽ ചെന്നപ്പോൾ വിനയൻ ചേട്ടൻ നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞു. ഞാൻ ആദ്യം കേൾക്കുന്ന അതിശയത്തോടെ എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞു. രേണു ചേച്ചി പറഞ്ഞത് തന്നെ കാര്യം. രേണു ചേച്ചി കിച്ചണിലായിരുന്നു. എനിക്കൊന്ന് കാണാൻ പോലും കിട്ടിയില്ല. അവരെ ആദ്യമായി വേറെ അർത്ഥത്തിൽ കാണാൻ മനസ്സ് തുടിക്കുകയായിരുന്നു. പക്ഷെ ഒരു നോക്കുപോലും കാണാൻ അന്ന് കിട്ടി. പിറ്റേ ദിവസവും 3 മണിയായി കാണും രേണു ചേച്ചി ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തു. എന്താ പരിപാടി? എനിക്ക് അതിശയം തോന്നി. ഇന്നലെ ഒരു കാര്യം പറയാൻ വേണ്ടി മെസ്സേജ് ചെയ്തത് ഇന്നോ? നോക്കാം. ഞാൻ ഹായ് ചേച്ചി, ഓഫീസിലാ. ഒരു ചായ കുടിച്ചിരിക്കുകയാണ്. രേണു, ഞാനും. ചായക്ക് കടിയൊന്നുമില്ലേ? ഞാൻ ഇല്ല, ഒന്നുമില്ല. ചേച്ചിക്ക് എന്താ രേണു? എനിക്കോ? ഒരു പഴം, പിന്നെ ആപ്പിളും. ഞാനൊന്ന് ഞെട്ടി. ഇതെന്താ ചായക്ക് പഴവും ആപ്പിളും കടി? ദൈവേ, ഇത് വേറെ എന്തേലും ആണോ ഉദ്ദേശം? ഞാൻ അയ്യേ, ഇതെന്ത് കടി? ചായക്ക് ആപ്പിളോ പഴോ? ഞാൻ ചേച്ചി, വലിയ പഴം എന്റെ അടുത്തുണ്ട്. പക്ഷെ പകരം എനിക്കെന്താ തിന്നാൻ തരിക? രേണു, ശരി ശരി, അതൊക്കെ പോട്ടെ. ചേട്ടൻ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാകുമല്ലോ എന്നോർക്കുമ്പോഴാ വിഷമം. എന്റെ ചോദ്യത്തിന് ഉത്തരമില്ല. ഇനി ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ അതിനെന്താ ചേച്ചി ഞാൻ. രേണു, നീ ചേട്ടനെ പോലെ ആകുമോടാ? എന്റെ മനസ്സിൽ എന്താ എന്നറിയാൻ ചേച്ചി ശ്രമിക്കുന്ന പോലെ. അപ്പോൾ പോസിറ്റീവ് സൈൻ കൊടുക്കാം എന്ന് ഞാൻ കരുതി. ഞാൻ വേനൽ തിന്നോളൂട്ടോ. രേണു, പോടാ. ദേ, നമ്മളീ ചാറ്റ് ചെയ്യുന്നതൊന്നും നീ ആരോടും പറയല്ലേ. വിനയൻ ചേട്ടൻ അറിയാൻ പാടില്ല കേട്ടോ. ഞാൻ എന്റെ ചേച്ചി, ഞാൻ ആരോടും പറയില്ല. രേണു എന്ന ശരി, കുറച്ച് പണിയുണ്ടടാ. പിന്നെ കാണാം. ബൈ. ചേച്ചി പോയി. എന്തായാലും ചേട്ടൻ പോകട്ടെ, എന്നിട്ടാകാം ബാക്കി. അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോൾ വിനയൻ ചേട്ടൻ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യുകയാണ്. ഹാളിൽ ചേച്ചിയുമുണ്ട് കൂടെ. ഞാനും കൂടെ കൂടി. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. ഞാൻ ചേച്ചിയെ വിനയൻ ചേട്ടൻ കാണാതെ നിരീക്ഷിക്കാൻ തുടങ്ങി. സിനിമാ നടി നിത്യ മേനോനെ പോലെ ഇരിക്കും. ഉയരം കൂടുതലുണ്ട്. മുടി സിൽക്ക് പോലെ കിടക്കണു. ശരിക്കും നിത്യയ്ക്ക് കുറച്ചുകൂടെ പൊക്കമുണ്ടേൽ ഇതേപോലെ ഇരുന്നേനെ. ഞാൻ അടിമുടി അവരെ നോക്കി വെള്ളമിറക്കി.
പക്ഷെ ചേച്ചി എന്നോട് സാധാരണ പോലെ മാത്രമേ മിണ്ടിയുള്ളൂ. ചാറ്റ് ചെയ്ത് യാതൊരു അടുപ്പവും കാണിച്ചില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഞാനും അത്രയ്ക്ക് അടുപ്പം കാണിക്കാൻ മുതിർന്നില്ല. ചേട്ടന് എന്തേലും സംശയം തോന്നാൻ പാടില്ലല്ലോ. അല്ലെങ്കിലേ ഭാര്യമാർ ഇങ്ങനെയാണ്. ഭർത്താവ് അടുത്തില്ലാത്തപ്പോൾ നിറയെ മിണ്ടും, അടുപ്പം കാണിക്കും. ഭർത്താവ് ഉണ്ടേലോ നമ്മളെ ഇവർ അറിയത്തേയില്ല. അങ്ങനെയുള്ള ഭാര്യമാർ വികൃതികളായിരിക്കും. പിറ്റേന്ന് കാലത്തു സാധാരണ പോലെ ഞാൻ ഓഫീസിൽ പോയി. എനിക്ക് ആകെ ഒരു പരവേശമായിരുന്നു. പണിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. മനസ്സിൽ നിറയെ രേണു ചേച്ചിയാണ്. ഉച്ചക്കാണ് വിനയൻ ചേട്ടൻ പോകുന്നേ. ഉച്ച കഴിഞ്ഞ് 3 മണിയായി കാണും. രേണു ചേച്ചിയുടെ മെസ്സേജ് ഒന്നും കാണാനില്ല. ഇനി വിനയൻ ചേട്ടൻ പോയില്ലേ? എന്റെ മനസമാധാനം നഷ്ടപ്പെട്ടു. 5 മണിക്ക് ഓഫീസ് തീരാൻ സമയം. 10 വട്ടമെങ്കിലും വാച്ചിൽ നോക്കിക്കാണും. സമയം നീങ്ങുന്നേയില്ല. എന്താ പോലും ചേച്ചി മെസ്സേജ് ചെയ്യാത്തെ? ഇനി ചേട്ടൻ പോയി കാണില്ലേ? ചേച്ചിയുടെ ബെഡ്റൂമിൽ അനക്കമില്ല. സമയം 7 മണിയായിരിക്കുന്നു. കുളി കഴിഞ്ഞു വന്ന ഞാൻ മുണ്ടും ടീഷർട്ടും ഇട്ടു ഹാളിൽ വന്നു TV ഓൺ ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞു കാണണം. ബെഡ്റൂമിന്റെ വാതിൽ തുറന്നു ചേച്ചി വരണു. വെള്ള ടീഷർട്ടും ചെറിയ മിടിയുമാണ് വേഷം. ഉറക്ക ചടവ് കണ്ണുകളിൽ. നീ എപ്പോഴാ വന്നേ? ചേച്ചിയുടെ ചോദ്യമാണ് എന്നെ സ്വബോധത്തിലേക്ക് ഉണർത്തിയത്. 1 മണിക്കൂറായി കാണും ചേച്ചി. വിനയൻ ചേട്ടൻ പോയോ? ഫ്ലൈറ്റ് ഓൺ ടൈം ആയിരുന്നു. നാട്ടിലെത്തിയോ? എത്തി. വിളിച്ചിരുന്നു. ഇതും പറഞ്ഞു. ചേച്ചി എന്റെ ഓപ്പോസിറ്റ് സെറ്റിയിലിരുന്നു. പുറത്ത് മഴക്കാറ് മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു വൈകുന്നേരമായിരുന്നു അത്. രേണു ചേച്ചി ലിവിംഗ് റൂമിലെ സെറ്റിയിൽ TV നോക്കിയിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് തന്റെ ഇരിപ്പൊന്ന് മാറ്റി തലയിണയിലേക്ക് ചാരിയിരുന്ന് ചേച്ചി ഏതോ സിനിമയിൽ മുഴുകിയിരിക്കുകയാണ്. വീടിനുള്ളിലെ ശാന്തതയിൽ TVയിൽ നിന്നുള്ള ശബ്ദം മാത്രം മുഴങ്ങിക്കേട്ടു. ചേച്ചിയുടെ ആ ഇരിപ്പിലും നോട്ടത്തിലും വല്ലാത്തൊരു ഗൗരവമുണ്ടായിരുന്നു. ഇടയ്ക്ക് എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചെങ്കിലും വീണ്ടും TVയിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. രാഹുലേ, ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചുകൊണ്ട് ചേച്ചി എഴുന്നേറ്റു. അടുക്കളയിൽ പോയി ചായ തിളപ്പിക്കുന്ന ശബ്ദവും ഏലക്കയുടെ മണവും ഹാളിലേക്ക് പടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ 2 ഗ്ലാസ് ചായയുമായി ചേച്ചി മടങ്ങി വന്നു. ചായ കുടിക്കുന്നതിനിടയിൽ ഞങ്ങൾ നാട്ടിലെ വിശേഷങ്ങളെക്കുറിച്ചും ജോലിയെക്കുറിച്ചും സംസാരിച്ചു. ആ സംസാരത്തിനിടയിൽ ചേച്ചിയുടെ കണ്ണുകളിൽ ഒരു തിളക്കം ഞാൻ കണ്ടു. ചായ കുടി കഴിഞ്ഞു. ഗ്ലാസ് മാറ്റിവെച്ച ശേഷം ചേച്ചി പറഞ്ഞു, ഞാൻ വേഗം ഒന്ന് കുളിച്ചിട്ട് വരാം, നീ ഈ സിനിമ കണ്ടിരിക്കൂ. ചേച്ചി മുറിയിലേക്ക് പോയപ്പോൾ ഞാൻ തനിച്ചായി. പുറത്ത് മഴ ചാറാൻ തുടങ്ങിയിരുന്നു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കുളി കഴിഞ്ഞ് നനഞ്ഞ മുടിയും തോർത്തുമായി ചേച്ചി പുറത്തേക്ക് വന്നു. കുളി കഴിഞ്ഞു വന്നപ്പോൾ ചേച്ചിയുടെ മുഖം കൂടുതൽ സുന്ദരമായി തോന്നി. മുടിയിൽ നിന്നും ഇറ്റുവീഴുന്ന വെള്ളത്തുള്ളികൾ ചേച്ചിയുടെ വസ്ത്രത്തിൽ പടരുന്നുണ്ടായിരുന്നു. മുറിയിൽ പോയി വേഷം മാറി വന്ന ചേച്ചി വീണ്ടും സെറ്റിയിൽ എന്റെ അരികിൽ വന്നിരുന്നു. TVയിൽ അപ്പോൾ ഒരു തെന്നിന്ത്യൻ നൃത്തം നടക്കുകയായിരുന്നു. നീ ഡാൻസ് കളിക്കുമോ രാഹുലേ? ചേച്ചി പെട്ടെന്നൊരു കുസൃതിയോടെ ചോദിച്ചു. ചേച്ചി, ഞാൻ അത്ര വലിയ ഡാൻസർ ഒന്നുമല്ല എന്ന് ഞാൻ മറുപടി നൽകി. എന്നാ വാ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, ഈ പാട്ട് നല്ല താളമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി എന്റെ കൈകളിൽ പിടിച്ചു എഴുന്നേൽപ്പിച്ചു. ആദ്യമൊന്നും മടിച്ചെങ്കിലും ചേച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ എഴുന്നേറ്റു. ചേച്ചി എന്റെ കൈകൾ കോർത്തു പിടിച്ചു. സംഗീതത്തിന്റെ താളത്തിനൊപ്പം ഞങ്ങൾ ചുവടുകൾ വെക്കാൻ തുടങ്ങി. ആ നിമിഷം മുറിയിലെ അന്തരീക്ഷം ആകെ മാറിമറിഞ്ഞു. ചേച്ചിയുടെ സാമീപ്യം എന്നിൽ വല്ലാത്തൊരു അനുഭൂതിയാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു. ചേച്ചിയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു പ്രത്യേകതരം വാത്സല്യവും കുസൃതിയും നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. നൃത്തത്തിനിടയിൽ ഞാൻ ചേച്ചിയെ കൂടുതൽ ചേർത്ത് പിടിച്ചു. ചേച്ചി എന്നെ തടഞ്ഞില്ല, പകരം ആ സാമീപ്യം ആസ്വദിക്കുന്നത് പോലെ തോന്നി. ആ പാട്ടിന്റെ വരികൾക്കൊപ്പം ഞങ്ങളുടെ മനസ്സുകളും ഒന്നായി മാറുകയായിരുന്നു. ആ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ പ്രിയപ്പെട്ട ഒരാളുടെ സാമീപ്യത്തിൽ ചെലവഴിച്ച ആ നിമിഷങ്ങൾ എനിക്ക് മറക്കാൻ കഴിയാത്തതായിരുന്നു.
വളരെ കാലത്തിന് ശേഷം ഇത്രയും സന്തോഷം തോന്നിയ ഒരു നിമിഷം വേറെ ഉണ്ടായിട്ടില്ല. നൃത്തം അവസാനിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തളർന്ന് സെറ്റിയിലേക്ക് തന്നെ ഇരുന്നു. രണ്ടുപേരുടെയും ശ്വാസം വേഗത്തിലായിരുന്നു. പരസ്പരം നോക്കി ഒരു ചിരി പങ്കിടുമ്പോൾ ആ സായാഹ്നം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒന്നായി മാറിക്കഴിഞ്ഞിരുന്നു. പ്രകടിപ്പിക്കാത്ത ഒരുപാട് ആ നിശബ്ദതയിൽ അലിഞ്ഞു ചേർന്നു. പുറത്ത് മഴ കനത്തു പെയ്യുന്നുണ്ടായിരുന്നു, ഉള്ളിൽ ആ സ്നേഹത്തിന്റെ ചൂടും. ഞാൻ ചേച്ചിയെ നോക്കി. അവരെന്നെ നോക്കി ചിരിച്ചു. സെറ്റിയിലേക്ക് ഞാൻ വീണു. ആകെ വിശർത്തിരുന്നു രണ്ടാളും.